ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ തിരുകുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സംഗീത. ഞാൻ ആലപ്പുഴയിലെ തുറവൂർ ഇന്ന് വരുന്നു. ഇതെൻ്റെ മകൻ അമൻ. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 30 എനിക്കും എൻ്റെ മകനും കിട്ടിയ രോഗസൗകര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയിൽ നിന്നുമാണ്. അമ്മ കൃപാസനത്തെപ്പറ്റി എപ്പോഴും പറയുമായിരുന്നു, പക്ഷേ ഞാനത് വലിയ കാര്യമായി എടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മകന് ഒരു സർജറിയുടെ ആവശ്യമായിട്ട് വന്നത്. അവനൊരു ഹൈഡ്രോസീൽ എന്നൊരു അവസ്ഥയുണ്ടായി. അതായത് മകൻ്റെ ജനനേന്ദ്രിയത്തിൽ ഫ്ലൂയിഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത് മൂലം അവിടെ ബൾജായിട്ടിരിക്കുകയായിരുന്നു. അത് മകന് നല്ല പെയിനായിരുന്നു. അപ്പോൾ വയറുവേദനയായിട്ട് എനിക്ക് മിക്ക ദിവസങ്ങളും സ്കൂളിൽ പോകേണ്ടതായി വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിതെൻ്റെ കസിനോട് പറയുന്നത്. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴയുള്ള കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണം. അപ്പോഴവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ മാതാവ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് നടത്തി തരുമെന്ന് അവൾ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ജോലി സംബന്ധമായിട്ട് എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മ വരികയും ഉടമ്പടി എടുക്കുകയും മകന് മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ആ അവസ്ഥ നന്നായി മാറുകയും ചെയ്തു. ഇതിനു മുമ്പ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചായിരുന്നു. ഡോക്ടർ അപ്പോൾ സർജറി പറഞ്ഞിരുന്നു. ഞങ്ങൾ 2-3 തവണ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോഴും ഡോക്ടർ സർജറി മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും ഉപയോഗിച്ചത് കൊണ്ട് മകന് രോഗാവസ്ഥ പൂർണ്ണമായി മാറിക്കിട്ടി. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ ഒരു രോഗാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് ത്രോട്ടിൽ നല്ല പെയിനായിരുന്നു. ഞാനൊരു ഫാർമസി കോളേജ് അധ്യാപികയാണ്. എനിക്ക് നന്നായി പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരുപാട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തൊണ്ടയ്ക്ക് നല്ല വേദനയായിരുന്നു. എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കസിനോട് പറയുകയും അവൾ പറഞ്ഞു, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്ന്. ഞാനങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും മാതാവിൻ്റെ തൈലം തൊണ്ടയിൽ തേക്കുകയും അതുപോലെ തന്നെ ഉപ്പ് ഗാർഗിൾ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് സർജറിയുടെ ഒരു ആവശ്യം വന്നതായിട്ടില്ല. അത് പൂർണ്ണമായി മാറിക്കിട്ടി. എനിക്കിപ്പോൾ നന്നായി ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അമ്മ മാതാവിന് തിരുകുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ കരിയറിൽ എനിക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവാനും ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറിലോട്ട് മാറുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാതാവിൻ്റെ ഉപ്പിടുകയും ഞാൻ കോളേജിൽ പോയി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വേഗം അത് മാറ്റി കിട്ടുകയും ചെയ്തു. എനിക്ക് അതുപോലെ തന്നെ ഞാൻ അവിടുത്തെ സ്ഥിരം സ്റ്റാഫായി മാറുകയും ചെയ്തു. ഇതിന് ഞാൻ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ ഫാദർ ഇൻ ലോ മരിച്ചു പോയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിനെ സംബന്ധിച്ച് പുറത്ത് പോകുന്ന സമയത്ത് 2 വീലറിൽ കീ വെച്ചിട്ട് പോയായിരുന്നു. അത് ആ സമയത്ത് പോയിട്ട് വന്നപ്പോഴേക്കും വണ്ടി ആരോ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിക്കുകയും മാതാവിന് വിശ്വാസ പ്രമാണം ചൊല്ലി നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആ വാഹനം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത് അമ്മ മാതാവാണ് അതിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് തിരുവാനും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രം വാങ്ങിക്കൊണ്ട് എല്ലാ മാസം വരും, പത്രം വാങ്ങിക്കൊണ്ട് പോകും. പത്രം ഹോസ്പിറ്റലുകളിലും വീടുകളിലും നടന്നു പോയി കൊണ്ടു കൊടുക്കാറുണ്ട്. എൻ്റെ മകനും എനിക്കും കിട്ടിയ രോഗസൗഖ്യങ്ങളും കുറിച്ചാണ് പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായി ചെയ്യുന്നത്, ഞങ്ങൾ സുഖമില്ലാതിരിക്കുന്ന ഞാനും എൻ്റെ ഒരു കസിനും കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. സുഖമില്ലാതിരിക്കുന്നവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട ക്യാഷ് കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കയറി രോഗി സന്ദർശനം ചെയ്യുകയും ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി ക്യാഷ് ആവശ്യമായി വരുന്നവർക്ക് ക്യാഷ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് പ്രാർത്ഥിച്ച് അവരുടെ അസുഖങ്ങൾ ഭേദമാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥം വഴി മാറ്റിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു.
ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഉയർച്ചയുണ്ട്. മുന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പ്രാർത്ഥിച്ചു പോവുകയുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. രാവിലത്തെ 5:30 ഡെയിലി ബ്രെഡ്, ഫാദറിൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ബൈബിൾ വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, അരമണിക്കൂർ ബൈബിൾ വായന ചെയ്യുന്നുണ്ട്, കൊന്ത ചൊല്ലാൻ പറ്റുന്നുണ്ട്. കൊന്ത ചൊല്ലാൻ ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് കൊന്ത ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടുമൊക്കെ കൊന്ത ചൊല്ലാൻ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം എന്നും ചൊല്ലാറുണ്ട്. അച്ഛൻ്റെ ഉടമ്പടി ദാനം എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കാറുണ്ട്. അത് ഒരുമിച്ച് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മുഴുവനായിട്ട് പകുതിയായിട്ട് കേൾക്കാറുണ്ട്. എല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. വിളിക്കുന്നവരോട് ഉത്തരം വരളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് വാഗ്ദാനമായി നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:18 പറയുന്നത്, ഉടമ്പടി വഴിയാണ് ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെയാണ് നാം ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി മാറുന്നത്. ക്രൈസ്തവനായാലും അക്രൈസ്തവരായാലും ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു പ്രിവിലേജാണ് ഒരു ദൈവത്തിൻ്റെ മക്കളായിട്ട്, ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ദൈവത്തെ വിളിക്കുന്നവരെ ഒരിക്കലും ദൈവം അവഗണിക്കില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. നമുക്ക് ഉത്തരം വരളുന്ന കർത്താവ് നമ്മുടെ കഷ്ടതയിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാണ്. നമ്മെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. ഏതവസ്ഥയിലായാലും, രോഗാവസ്ഥയിലായാലും, ജോലി പ്രശ്നമായാലും, ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാലും നമ്മുടെ കൂടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് സഹിക്കുവാനുള്ള ശക്തിയും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പുമാണ് കൃപാസന അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവാനുഭവത്തിന് വലിയൊരു സാക്ഷ്യമാണ് സംഗീത വിജയൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യമായാലും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. കാനായിലെ വിവാഹ സമയത്ത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയാണ് ഈശോയോട് ചെന്ന് പറഞ്ഞത്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അമ്മയ്ക്കറിയാം. ഈ അമ്മയോടാണ് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. ഈ അമ്മ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് പൂർണ്ണമായ മകനും മകൾക്കും രോഗസൗഖ്യവും ജോലിയിൽ ഉള്ള പെർമനൻറ്റ് ജോബും പിന്നെ പ്രൊമോഷനും കിട്ടിയത്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യവും കൃപ കൊണ്ടുമാണ്. അമ്മയുടെ മധ്യസ്ഥയിലൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നഷ്ടപ്പെട്ട ബൈക്ക് 2 വീലർ പോലും തിരിച്ചു നൽകിയ അമ്മയാണ് കൃപാസനം അമ്മ. അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്തും തീർച്ചയായിട്ടും ഉറപ്പായിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം കേൾക്കും. കൃപാസന മരിയൻ ഉടമ്പടി ആ വിശ്വാസത്തെ ശക്തമാക്കാൻ ഒരു ആത്മീയ യാത്രയാണ്. ഈ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര, ഉടമ്പടി യാത്ര മുന്നോട്ട് നയിക്കാം. സംഗീത വിജയനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.